ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മാനിഫെസ്റ്റേഷൻ എന്താണ് എന്നാണ് നോക്കുന്നത്. മാനിഫെസ്റ്റേഷൻ എന്താണ്? ലാറ്റിൻ വേർഡായ മാനിഫെസ്റ്റസ് എന്ന വേർഡിൽ നിന്നാണ് മാനിഫെസ്റ്റ് എന്ന വേർഡ് വന്നത്. മാനിഫെസ്റ്റ് എന്ന വേർഡിൽ നിന്നാണ് മാനിഫെസ്റ്റേഷൻ വന്നത്. എന്താണ് മാനിഫെസ്റ്റ് എന്ന് പറഞ്ഞാൽ? ടു മേക്ക് ക്ലിയർ ഓർ വിസിബിൾ, അതായത് വ്യക്തമോ ദൃശ്യമോ ആക്കാൻ എന്നുള്ളതാണ്. അതായത് നമുക്ക് വേണ്ട എന്താണോ അത് ആദ്യം എവിടെയാണ് വരുന്നത്? നമ്മുടെ ചിന്തകളിലാണ്, അല്ലേ? അങ്ങനെ നമ്മുടെ ചിന്തകളെ കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്ത് നമുക്ക് വേണ്ടത് നമ്മുടെ മുന്നിൽ വ്യക്തമാക്കിയെടുക്കാൻ, ദൃശ്യമാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കും. അതിനെയാണ് നമ്മൾ മാനിഫെസ്റ്റേഷൻ എന്ന് വിളിക്കുന്നത്. ഉദാഹരണത്തിന്, ഒരാൾക്കൊരു വീട് പണിയണമെന്നിരിക്കട്ടെ. എന്താണ് അയാൾക്ക് ആദ്യമായിട്ട് വേണ്ടത്? ഒരു വീട് വേണമെന്നുള്ള ഒരു ആഗ്രഹം. അതിനുശേഷം എങ്ങനത്തെ വീടാണ് എനിക്ക് വേണ്ടതെന്ന് അയാൾ ചിന്തിക്കും. അതായത് ആ വീട് കോൺക്രീറ്റ് ആണോ, ഓടിട്ടതാണോ, അതിന് എത്ര മുറികൾ വേണം, അറ്റാച്ച്ഡ് ബാത്റൂം ആണോ അല്ലയോ, ഹാള്, ലിവിംഗ് റൂം, ഡൈനിങ് റൂം, അങ്ങനെ എന്ത് രീതിയിലാണ് ആ വീട് അയാൾ പണിയാൻ ഉദ്ദേശിക്കുന്നത്, കിച്ചണിന് എത്ര വലിപ്പം വേണം, അവിടെ വർക്കിംഗ് ഏരിയ വേണോ വേണ്ടയോ, ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് അയാളുടെ മനസ്സിൽ ഒരു പദ്ധതി തയ്യാറാക്കി മാറ്റി. അതിനുശേഷം ഒരു എഞ്ചിനീയറെയോ പ്ലാൻ വരയ്ക്കുന്ന ഒരാളെയോ പോയി കണ്ട് അവർക്ക് എങ്ങനെയാണ് ആ വീട് വേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ എഞ്ചിനീയർ ആയാലും പ്ലാൻ വരയ്ക്കുന്ന ആളായാലും അത് ഏത് രീതിയിലാണ് അവർക്ക് വേണ്ടതെന്ന് നോക്കിയിട്ട് അതിന്റെ രീതിയിലുള്ള ഒരു പ്ലാൻ വരച്ച് തയ്യാറാക്കി കൊടുക്കുന്നു. അതിനെ നമ്മൾ ബ്ലൂ പ്രിന്റ് എന്ന് വിളിക്കും. അതായത് നമുക്ക് വേണ്ട കാര്യം എങ്ങനെ വേണമെന്ന് നമ്മൾക്ക് വരയ്ക്കാൻ അറിയില്ലാത്തത് കൊണ്ട് മറ്റൊരാളെ കൊണ്ട് വരപ്പിച്ച് നമ്മൾ അതിന്റെ ബ്ലൂ പ്രിന്റ് ആദ്യം തയ്യാറാക്കുന്നു. അപ്പോൾ ഏകദേശം അതിൻ്റെ ഒരു സൂക്ഷ്മ രൂപം ഉണ്ടായി. ഇനി ആ സൂക്ഷ്മ രൂപത്തിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു വീട് സാഫല്യമാക്കുന്നത്. ആ പ്ലാൻ നമ്മൾ കൊണ്ടുപോയി അതിന്റെ കോൺട്രാക്ടറെ ഏൽപ്പിച്ചു കഴിയുമ്പോൾ അതിന്റെ പണിക്കാരെ വെച്ച് നമ്മൾ പണികൾ തുടങ്ങാൻ ആരംഭിക്കുന്നു. അപ്പോൾ എവിടെയാണ് ആദ്യം അത് ഉടലെടുത്തത്? നമ്മുടെ മനസ്സിൽ, അല്ലേ? അതിനുശേഷം അത് നമ്മുടെ പേപ്പറിലേക്ക് പകർത്തി അതിനൊരു ബ്ലൂ പ്രിന്റ് കൊടുത്തു. അതിനുശേഷമാണ് പണി തുടങ്ങി അതൊരു വീടായി നമ്മുടെ മുന്നിൽ നമുക്ക് അനുഭവവേദ്യമാക്കി വന്നത്. അപ്പോ ഒരു വീട് മാനിഫെസ്റ്റ് ചെയ്യേണ്ട ഒരാള് ആദ്യം അയാൾക്ക് ഏത് സ്ഥലത്താണ് വീട് വേണ്ടത്, എങ്ങനത്തെ വീടാണ് വേണ്ടത്, എത്ര സെന്റ് സ്ഥലത്ത് എത്ര സ്ക്വയർ ഫീറ്റ് വീട്, എത്ര മുറികളോട് കൂടി, എങ്ങനത്തെ രൂപത്തിൽ വേണമെന്ന് എത്രമാത്രം നമ്മുടെ മനസ്സിൽ വ്യക്തമായിട്ട് അതിന് നമ്മൾക്ക് രൂപം നൽകാൻ സാധിക്കുന്നു, അത്രയും രൂപം നൽകിക്കൊണ്ട് ആ വീടിന്റെ ഹൗസ് വാമിങ് കഴിഞ്ഞതായിട്ട് നമ്മൾ ഇമാജിൻ ചെയ്തുകൊണ്ട് ആ ഒരു സന്തോഷം, അതായത് ഒരു വീട് പണിത് ആ വീടിനുള്ളിൽ നമ്മൾ താമസമാക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, അത് അനുഭവിച്ചുകൊണ്ട്, ഇപ്പൊ തന്നെ അത് അനുഭവിച്ചുകൊണ്ട് ആ ഒരു വീട് എനിക്ക് കിട്ടിക്കഴിഞ്ഞതായ ഒരു സന്തോഷത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ആ വീടിനെ കണ്ടു കഴിയുമ്പോൾ, ആ സന്തോഷം നമ്മുടെ ഉള്ളിൽ അനുഭവിക്കുമ്പോൾ ഈ വീട് നമ്മുടെ അടുത്തേക്ക് ഇത്രയും പെട്ടെന്ന് വരും. അതിന്റെ വഴികളെ കുറിച്ച് നമ്മൾ ചിന്താകുലരാകേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തുന്നതായിട്ട് കാണാൻ സാധിക്കും. അതായത് നമ്മൾ വേണ്ട കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ പ്ലാൻ ചെയ്യുമ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ വേണമോ അതിന് ചുറ്റും നമ്മുടെ പ്രപഞ്ചം നമുക്ക് വേണ്ടി നീക്കും. അതിന് വേണ്ട കാര്യങ്ങൾ നമ്മളിലേക്ക് ആകർഷിക്കപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ പോയി വലിയ വലിയ കാര്യങ്ങളിലല്ല മാനിഫെസ്റ്റേഷൻ പ്രാക്ടിക്കലായിട്ട് അപ്ലൈ ചെയ്യേണ്ടത്. നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളിൽ തുടങ്ങണം. അതായത് എനിക്കൊരു വീട് നാളെ തന്നെ വേണം, മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. വീട് പണിയാൻ സമയമെടുക്കും, എല്ലാവർക്കും അറിയാമല്ലേ? അതേസമയം എനിക്കൊരു ബിരിയാണി നാളെ തന്നെ കഴിക്കണം എന്ന് വിചാരിച്ചാലോ, അത് കുറച്ചുകൂടെ പ്രാക്ടിക്കൽ ആണല്ലേ? അപ്പൊ അങ്ങനെ നമുക്ക് വേണ്ട കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റും. അപ്പൊ നമ്മൾ എത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നു, അത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അലൈൻമെന്റ് കറക്റ്റ് ആണെങ്കിൽ നമ്മളിലേക്ക് അത് എത്തിച്ചേരുക തന്നെ ചെയ്യും. ഇതിന്റെ ബാലൻസ് ഇപ്പൊ ഞാൻ വേറെ കുറച്ച് കാര്യങ്ങളോട് പറഞ്ഞു, അല്ലെ? അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോകളിൽ ഇതിനെ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക. ഒരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ഒരു പോസിറ്റീവ് വൈബുള്ള കമ്മ്യൂണിറ്റിയിൽ പങ്കുചേരുക. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നടത്തി കിട്ടുവാനായിട്ട് പോസിറ്റീവ് വൈബുള്ള ആളുകളുടെ കൂട്ട് നിങ്ങൾക്ക് സഹായകരമാകും. അതോടൊപ്പം തന്നെ ഒരുപാട് ഫ്രീ ക്ലാസ്സുകളും അവിടെ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നന്ദി. താങ്ക് യു ഓൾ. ലവ് യു ഓൾ.